ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വാട്സാപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വാട്സാപ്പിന്റെ പുതുക്കിയ പ്രൈവസി പോളിസി അപ്ഡേഷൻസ് നിങ്ങൾക്ക് എല്ലാം ഒരു മെസ്സേജ് ആയിട്ട് വാട്സാപ്പിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാകാം. എന്താണ് ആ പോളിസി ആൻഡ് എന്തൊക്കെയാണ് ആ പോളിസിയിൽ പുതിയതായിട്ട് വാട്സാപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇനി വാട്സാപ്പ് തുടർന്നും ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയാണ് ആ മെസ്സേജിനകത്തെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കി അതിന് അക്സെപ്റ്റ് കൊടുത്തവരും ഉണ്ടാകാം, നോട്ട് നോ കൊടുത്തവരും ഉണ്ടാകാം. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ വീഡിയോയിൽ. ആൻഡ് ഇറ്റ്സ് മീ യോ മുഹമ്മദ് ഷമീർ ഫ്രം ഷമീർ വീഡിയോസ്. വാട്സാപ്പിൽ കിട്ടിയ മെസ്സേജിന്റെ ചുരുക്കഭാവം ടോട്ടലി ഇത്രയാണ്. ഇനി മുതൽ വാട്സാപ്പ് നമ്മുടെ എല്ലാം ഡേറ്റാസ് കളക്ട് ചെയ്ത് വാട്സാപ്പുമായി ബന്ധപ്പെട്ട കമ്പനീസിന് നമ്മുടെ ഡേറ്റ അവരുടെ മറ്റുള്ള കമ്പനീസിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി വാട്സാപ്പ് കൈമാറും. നമുക്ക് എല്ലാം അറിയാമല്ലോ, വാട്സാപ്പ് ഫേസ്ബുക്കിന്റെ അധീനതയിൽ ഫേസ്ബുക്ക് വാങ്ങിയ ഒരു കമ്പനിയാണ്. അപ്പോൾ ഫേസ്ബുക്കിനും വാട്സാപ്പ് നമ്മുടെ ഡീറ്റെയിൽസ് കൈമാറും. എത്രയും സെക്യൂർഡ് ആയിരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു, നമ്മളെല്ലാം വിശ്വസിച്ച ആപ്ലിക്കേഷൻ ആയിരുന്നു. നമ്മുടെ ഡേറ്റാസ് ഇതുവരെ കളക്ട് ചെയ്യില്ല, എൻഡ് ടു എൻഡ് എക്സ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ തന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു വാട്സാപ്പ്. അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജ് തേർഡ് പാർട്ടി, അതായത് മൂന്നാമതൊരാൾ കാണില്ല എന്ന് വരെ നമുക്ക് ഉറപ്പ് തന്ന ആപ്ലിക്കേഷൻ ആയിരുന്നു വാട്സാപ്പ്. ബട്ട് ഇപ്പോ നമ്മുടെ സ്വകാര്യത വാട്സാപ്പ് എടുക്കാൻ നോക്കുവാണ്. എടുക്കാൻ നമ്മളോട് സമ്മതം ചോദിച്ച മെസ്സേജ് ആണ് നമ്മൾക്കെല്ലാം വന്ന മെസ്സേജ്. അതായത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നോട്ട് നോ ആണോ? അക്സെപ്റ്റ് എന്ന് കൊടുത്താലും, അതായത് എഗ്രിയും നോട്ട് നോവും താഴെ ഉണ്ടായിരുന്നു. നമ്മൾ വാട്സാപ്പിൽ കൂടെ നടത്തുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും വാട്സാപ്പ് കളക്ട് ചെയ്യും, അതിന്റെ സെർവറിൽ സൂക്ഷിക്കും, അത് മറ്റുള്ളവർക്ക് കൈമാറും എന്ന കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് എഗ്രി ചെയ്തവരാകട്ടെ അല്ലാത്തവരാകട്ടെ ഫെബ്രുവരി 7-ാം തീയതി വരെ വാട്സാപ്പ് സമയം തന്നിട്ടുണ്ട്. ഇത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇനി വാട്സാപ്പ് തുടർന്നും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റൂ. അല്ല, ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ആക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ആകും. അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് നോക്കേണ്ടി വരും. അപ്പോൾ ഇനി ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ബട്ട് വാട്സാപ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇനി എഗ്രി കൊടുത്ത് തുടർന്നും വാട്സാപ്പ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഡേറ്റാസ് ആണ് വാട്സാപ്പ് കളക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമ്മുടെ പേയ്മെന്റ് ആൻഡ് ട്രാൻസാക്ഷൻസ് ഇൻ വാട്സാപ്പ് കളക്ട് ചെയ്യും. നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് വാട്സാപ്പ് അവതരിപ്പിച്ചതാണ് വാട്സാപ്പ് പേയ്മെന്റ്. ഇപ്പൊ പുതിയതായിട്ട് വാട്സാപ്പ് അവതരിപ്പിച്ചതാണ് വാട്സാപ്പ് പേയ്മെന്റ്. ഇനി വാട്സാപ്പ് പേയ്മെന്റ് ആൻഡ് ട്രാൻസാക്ഷൻ ഇതെല്ലാം വാട്സാപ്പ് കളക്ട് ചെയ്ത് ഡേറ്റ സെർവറിൽ സൂക്ഷിക്കും. അതുപോലെ തന്നെ അടുത്ത സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, ഇതും വാട്സാപ്പ് ഇനി കളക്ട് ചെയ്ത് സെർവറിൽ സൂക്ഷിക്കും. അതുപോലെ തന്നെ നമുക്കെല്ലാം ഉള്ള ഗ്രൂപ്പ് ഏതാണ് എന്നും വാട്സാപ്പ് ട്രാക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്ക് വാട്സാപ്പ് സൂക്ഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ എബൌട്ട് ഇൻഫോ നമ്മൾ കൊടുക്കത്തില്ലേ, അതും വാട്സാപ്പ് സേവ് ചെയ്ത് അതിന്റെ സെർവറിൽ സൂക്ഷിക്കും. നമ്മുടെ ഫോണിന്റെ മോഡൽ ഏതാണ് എന്ന് വാട്സാപ്പ് സൂക്ഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതും വാട്സാപ്പ് സൂക്ഷിക്കും. അതുപോലെ തന്നെ ബാറ്ററി സ്റ്റാറ്റസ്, ബാറ്ററി സ്റ്റാറ്റസ് എങ്ങനെയാണ് വാട്സാപ്പ്, പിന്നെ സിഗ്നൽ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ടൈം സോൺ, അതുപോലെ തന്നെ IP അഡ്രസ്. അപ്പൊ ഇനി നമ്മൾ ആർക്കെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു എന്ന് വെച്ചോ, അപ്പോൾ വാട്സാപ്പിൽ അങ്ങനെ മെസ്സേജ് അയച്ചാൽ മെസ്സേജും വാട്സാപ്പ് സൂക്ഷിക്കും. നമ്മുടെ ഓഡിയോ, വീഡിയോ, വോയിസ് എല്ലാം വാട്സാപ്പ് സെർവറിനകത്ത് സൂക്ഷിക്കും. ഇനി ആർക്കെങ്കിലും മെസ്സേജ് പോവാത്ത മെസ്സേജ്, അതായത് ഡെലിവേർഡ് ആയില്ല എന്ന് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ വാട്സാപ്പ് ആ ഡെലിവർ ആകാത്ത മെസ്സേജ് 30 ദിവസത്തോളം
അവരുടെ സെർവറിൽ സൂക്ഷിച്ചിട്ട് 30 ദിവസം കഴിഞ്ഞ് ഡിലീറ്റ് ആക്കി കളയും. ഇത്രയും പറഞ്ഞു തീരുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, ഇനി ഈ വാട്സാപ്പിന് ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യാനാണെന്ന്. നമ്മൾ ഇവിടെ അറിയേണ്ട കാര്യം, ഫേസ്ബുക്ക് ആണ് വാട്സാപ്പിനെ വാങ്ങിയത്. ഫേസ്ബുക്ക് വൺ ഡേറ്റ കളക്ഷൻ ആപ്ലിക്കേഷൻ ആണ്. ബട്ട് എല്ലാ സോഷ്യൽ മീഡിയയും ഡേറ്റ കളക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ബട്ട് ഏറ്റവും വലിയ ഡേറ്റ ബേസ് ഉള്ള ആപ്ലിക്കേഷൻ ആണ് ഫേസ്ബുക്ക്. അപ്പോൾ ഏറ്റവും വലിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആയ വാട്സാപ്പിൽ നിന്ന് ഡേറ്റാസ് എടുത്താൽ ഫേസ്ബുക്കിന് വൻ ലാഭമാണ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, വാട്സാപ്പ് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് വാട്സാപ്പുമായി ബന്ധപ്പെട്ട മറ്റ് കമ്പനീസിന് കൊടുക്കാൻ എന്നതാണ് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നത്. അപ്പോൾ വാട്സാപ്പുമായി കണക്ട് ചെയ്ത കമ്പനിയാണ് ഫേസ്ബുക്ക്, അതായത് വാട്സാപ്പിനെ വാങ്ങിയ കമ്പനിയാണ് ഫേസ്ബുക്ക്. അപ്പോൾ നമ്മുടെ എല്ലാം ഡേറ്റാസ് കളക്ട് ചെയ്ത് ഫേസ്ബുക്കിൽ കൊടുക്കും. പിന്നെ ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്ത ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസ് എല്ലാം നമ്മുടെ ഡേറ്റാസ് കൈമാറും. നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുകയാണ്, ഞാൻ എന്താ ഔട്ടിങ്ങിന് പോവുകയാണ്, ഇന്ന മാളിൽ പോവാണ് എന്നൊക്കെ മെസ്സേജ് അയച്ചാൽ, നമ്മൾ എവിടെയാണ് പോകുന്നത്, എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ ലുക്ക് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ വാട്സാപ്പ് അവിടെ ക്ലോസ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ പോയാൽ കറക്റ്റ് ആയിട്ട് എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ വാട്സാപ്പില് സുഹൃത്തിന് അയച്ച മെസ്സേജ് അതുമായി കണക്ട് ചെയ്ത് എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ വാട്സാപ്പിൽ നോക്കി സുഹൃത്തിന് നമ്മൾ അയച്ച മെസ്സേജിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അത് ഫേസ്ബുക്കിൽ വന്ന് കിടക്കും. അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇനി വന്ന് കിടക്കാൻ പോകുന്നത്. അപ്പോ ഫെബ്രുവരി 7-ാം തീയതി വരെ നമുക്ക് ഈ പോളിസീസ് എല്ലാം അംഗീകരിക്കാനും ഇനിയും വാട്സാപ്പ് തുടർന്നുകൊണ്ട് പോകണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനും ഒക്കെ വാട്സാപ്പ് സമയം തന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് നോട്ട് നൗ കൊടുത്തിട്ടുണ്ടാവാം, എഗ്രി കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ടാവാം. എഗ്രി കൊടുത്തവർക്കുള്ള കാര്യങ്ങളാണ് ഞാൻ വാട്സാപ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് എണ്ണി പറഞ്ഞത്. അതായത് വാട്സാപ്പ് യൂസേജ് ട്രാക്ക് ചെയ്യും, വാട്സാപ്പ് പേയ്മെന്റ് ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ വാട്സാപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്, വാട്സാപ്പ് പ്രൊഫൈൽ പിക്, വാട്സാപ്പ് ഗ്രൂപ്പ് ഡീറ്റെയിൽസ്, വാട്സാപ്പ് അബൌട്ട് ഇൻഫോ, വാട്സാപ്പ് നമ്മുടെ ഫോൺ മോഡല്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ബാറ്ററി സ്റ്റാറ്റസ്, നമ്മൾ ആർക്കെല്ലാം മെസ്സേജ് അയക്കുന്നു, എന്തെല്ലാം മെസ്സേജ് അയക്കുന്നു, നമ്മൾ എവിടെയെല്ലാം പോകുന്നു, ലൊക്കേഷൻസ് എല്ലാം വാട്സാപ്പ് ടോട്ടലി സെർവറിൽ സേവ് ആക്കും. ഈ പോളിസിയിൽ ഫെബ്രുവരി 8-ാം തീയതി വരെ വാട്സാപ്പ് ഒരു മാറ്റം വരുത്തുന്നില്ലെങ്കിൽ നോട്ട് നോ കൊടുത്ത അംഗീകരിക്കാത്ത അവരുടെ പുതിയ പോളിസീസ് അംഗീകരിക്കാത്ത ആൾക്കാർക്ക് വാട്സാപ്പ് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവര് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് വേറെ മെസ്സേജിങ് ആപ്ലിക്കേഷൻസിനെ ആശ്രയിക്കേണ്ടി വരുമോ ഇല്ലയോ എന്നൊക്കെ അതിനിടയ്ക്ക് എന്തെല്ലാം അപ്ഡേറ്റ് വരും. അപ്പോൾ ആ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ അറിയിക്കാം. ആ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ എന്റെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിച്ചിരിക്കുക. അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്റെ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ, അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, നിങ്ങൾ താഴെ സത്യസന്ധമായി കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ഇറ്റ് സൈനിങ് ഓഫ് ഫ്രം മുഹമ്മദ് ഷമി ഫ്രം ഷമി ടെക് വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.